ഓരോ വീട്ടിലും ഓരോ അമ്മു. അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. കാരണം അമ്മൂനെ പോലെ ഇത്രയും നല്ലൊരു കുട്ടി തൻവിയുടെ വീഡിയോ പോയി, ബിക്കോസ് ഷി പുട്ട് ഇറ്റ് ലൈക്ക് പ്രൈവറ്റ് ആക്കി. പക്ഷെ അഹാന കൃഷ്ണ സ്ട്രൈറ്റ് അവേ മെയ്ഡ് ഇറ്റ് അൺലിസ്റ്റഡ്. ഇതിന് ഡിഫറൻസ് എവിടെയെന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് കോംപ്രമൈസ്, ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഇത് കോംപ്രമൈസോ സൊല്യൂഷൻ അല്ല നിങ്ങൾ ചെയ്ത്. വാട്ട് ഷി ഡിഡ് ഇസ്, അവിടെ അപ്പോഴും ഞാൻ തന്നെയാണ് ഭയങ്കരി, അവൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു. മറ്റേത് പാവം അത് അതിൻ്റെത് ആക്കിപ്പോയി. അഹാന ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ സ്പോക്കൺ അമംഗ് ദി 4 sisters. ഓരോ വീട്ടിലും ഓരോ അമ്മ. വെൽ സ്പോക്കൺ അമംഗ് ദി 4 sisters എന്ന് പറഞ്ഞാൽ വെൽ സ്പോക്കൺ എന്താണ്? എന്താണ് ഈ വെൽ സ്പോക്കൺ? കോളിങ് യുവർ അമ്മമ്മ ബിച്ചാണോ? ഇറ്റ്സ് സ്റ്റിൽ ദെയർ ഫാമിലി, പ്രൈവറ്റ് മാറ്റർ. നോ, ദേ ആർ നോട്ട്. പൃഥ്വിരാജ് പറഞ്ഞാൽ ഈ മറ്റേതിൽ പറയില്ലേ, ഏതാണ് ജനഗണമനെ പറയും, പ്രൈവറ്റ് മാറ്റർ ആയിട്ട് ഇരിക്കുക ഫാമിലിയിൽ വരുമ്പോഴാണ്. ആൻഡ് ഐ തിങ്ക് വി ഷുഡ് ലെറ്റ് ദം ഹാൻഡിൽ ഇറ്റ് ദംസെൽസ് ഇൻസ്റ്റെഡ് ഓഫ് ടേണിംഗ് ഇൻ ടു പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. അതേ ഇതെല്ലാം കൂടി നമ്മളെ ഏൽക്കാം. ആരാണ് സുഹൃത്തെ ഇതൊക്കെ പബ്ലിക്കിൽ കൊടുത്തിട്ട്? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. തൻവി സുധീർ ഘോഷ് അവരുടെ ചാനലിലൂടെ ഇന്നൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. നമ്മളടുത്ത് റിയാക്ട് ചെയ്തു. നിങ്ങൾ ആ വീഡിയോ എത്ര പേര് കണ്ടു എന്നുള്ള അറിയില്ല. കാണാത്തവർക്കായിട്ട് ഞാൻ ഇതിന് ജസ്റ്റ് മുന്നേ ചെയ്ത വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ആ വീഡിയോ എല്ലാ പോർഷനും കാണാൻ പറ്റും. കാരണം ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തൻവിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ആ വീഡിയോ റിമൂവ് ആക്കപ്പെട്ടു. അവരത് റിമൂവ് ചെയ്തു ആ ഒരു വീഡിയോ. എന്നിട്ട് അവരൊരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു. ഇങ്ങനെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ പോസ്റ്റിലേക്ക് കിടക്കാം. പക്ഷെ അത് മാത്രമല്ല, അതിൻ്റെ ഒപ്പം ഈ അഹാന കൃഷ്ണയുടെ ചാനലിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് ഞാൻ വായിച്ച സമയത്ത് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി, അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായി. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. UDF സർക്കാരിൻ്റെ പുതിയ ഒരു പദ്ധതി, ഓരോ വീട്ടിലും ഓരോ അമ്മു. അങ്ങനെ ആയിരുന്നു പറഞ്ഞിരുന്നത്. കാരണം അമ്മൂനെ പോലെ ഇത്രയും നല്ലൊരു കുട്ടി വേറെ ഉണ്ടായിരുന്നില്ല. ഓരോ വീട്ടിലും ഓരോ അമ്മു വേണം. ഇതൊക്കെയായിരുന്നു കമൻസ് ഉണ്ടായിരുന്നത്. അമ്മു ആണ് നിങ്ങളെ വീടിൻ്റെ ഐശ്വര്യം. അമ്മു എന്ന് പറഞ്ഞാൽ ഈ അഹാന. അതിപ്പോൾ ഇന്ന് വളരെ കൃത്യമായിട്ട് എക്സ്പോസ്ഡ് ആയി. ഇതിലൊരു കാര്യം ഇത്രയേ ഉള്ളൂ, തെറ്റ് ആരുടെ ഭാഗത്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ആര് ശരി ആര് തെറ്റ് എന്നുള്ള കാര്യം നമ്മൾ വിലയിരുത്തുന്നില്ല. 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കാം. 2 പേരെന്ന് വെച്ചാൽ 3 പേരുടെ ഭാഗത്തും. ഒന്ന് ഈ തൻവിയാണെന്നുണ്ടെങ്കിൽ തൻവിയുടെ ഭാഗത്താണ് ഭൂരിഭാഗവും. കാരണം വെച്ചാൽ കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും പുറത്തേക്ക് ആരും അറിയിക്കാറില്ല. പക്ഷെ തൻവി അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ഷീ ഷുഡ് ഹാവ് തോട്ട് ട്വൈസ്, അല്ലെങ്കിൽ എല്ലാ ആംഗിളും ശ്രദ്ധിച്ചതിന് ശേഷമായിരുന്നു തൻവി വീഡിയോ ഇടേണ്ടിയിരുന്നത്. വീഡിയോ ഇട്ടാലും ആ അമ്മമ്മയുടെ വീഡിയോ കാണിക്കേണ്ടിയിരുന്നില്ല. അമ്മമ്മയുടെ വീഡിയോ കാണിച്ചു. അതിന് ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. എക്സ്പ്ലനേഷൻ അഹാന കൊടുത്തു. അപ്പോൾ തൻവിയുടെ ക്യാരക്ടർ അതിനേക്കാളും കൂടുതൽ അമ്മമ്മയുടെ ക്യാരക്ടർ കുറേയൊക്കെ റിവീൽ ചെയ്തു ഇന്നലെ അഹാന വന്ന് വീഡിയോ ഇട്ടപ്പോൾ. പക്ഷേ ഇന്ന് ഒരു രണ്ടാമത്തെ വീഡിയോ ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് അഹാന കൃഷ്ണയാണ്. അമ്മു എന്ന് വിളിപ്പേരുള്ള ഓരോ വീട്ടിലും ഓരോ അമ്മു വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അമ്മു കംപ്ലീറ്റ് എക്സ്പോസ്ഡ് ആയി. പറയാൻ കാരണം എന്താ അറിയോ, ഈ പ്രായമായ ആൾക്കാർ പല ആൾക്കാരും പല സ്വഭാവമായിരിക്കും, പല വ്യക്തികൾ തന്നെ പല സ്വഭാവമായിരിക്കും അല്ലേ. നമ്മൾ അങ്ങോട്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ആർക്കും ആരെയും കംപ്ലീറ്റഡ് 100% ഒന്നും സഹിക്കാനോ ടോളറേറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. പക്ഷേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ റിലേറ്റീവ്സ് അല്ല, നമ്മുടെ അമ്മ എന്ന് പറയുന്ന സമയത്ത് പ്രായമായിട്ടുള്ളൊരു സ്ത്രീയാണ്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് പ്രായം കുറഞ്ഞിട്ടുള്ള ഇന്നത്തെ ജനറേഷനിൽ സോ കോൾഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നോക്കി നല്ല രീതിയിലൊക്കെ നോക്കി അളന്ന് മുറിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് ഇതൊന്നും കൂടി നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് അത് വെച്ചിട്ട് അമ്മമ്മയെ കംപ്ലീറ്റ് ടോളറേറ്റ് ചെയ്ത് പോകണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. ഞാൻ എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും മുതിർന്ന ഒരു വ്യക്തിയെ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മയുടെ അമ്മേനെ ഒരു കാരണവശാലും ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ, സംബോധന ചെയ്ത് സംസാരിക്കാൻ പാടില്ല. നോട്ട് ഈവൻ ടു യുവർ മദർ. ഞാൻ അങ്ങനെ പറഞ്ഞു. എൻ്റെ അമ്മമ്മയെക്കുറിച്ച് ഞാൻ എൻ്റെ അമ്മയോടോ എൻ്റെ മക്കളോടോ എൻ്റെ കൂടപ്പുറപ്പുകളോടോ ആരോടും അതുപോലും ഞാൻ പറയാൻ പാടില്ല. ഏത് ബിച്ച് എന്ന് പറയുക, അങ്ങനത്തെ വളരെ മോശമായിട്ടുള്ള ചൂലെടുത്തായിരിക്കും അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ. ഇനി അവരെന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ പറയാൻ പാടില്ല. കാരണം ഒന്ന്, അവർ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാരാണ്, നമ്മുടെ അമ്മമ്മയാണ് ഒന്ന്, അല്ലേ. പിന്നെ പ്രായമാവും തോറും സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും മനുഷ്യന്മാർക്ക്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പറയണം. 2 ഭാഗത്തുണ്ട്. ശരിയാണ്, അമ്മമ്മ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഞാൻ ഇതിൽ കാര്യമായി ക്രിട്ടിസൈസ് ചെയ്തത് അഹാനെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, അഹാന എക്സ്പോസ്ഡ് ആയി അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരു സോ കോൾഡ് എവറിത്തിങ് എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു ഇമേജ് എന്ന് വന്നിട്ടുള്ള വ്യക്തി സ്വന്തം അമ്മമ്മേനെ ബിച്ച് എന്നൊക്കെ പറഞ്ഞ്
വിളിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് പല ആൾക്കാരും പല കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളോട് പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിക്കുന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ഞാൻ കോൺസെൻട്രേഷൻ പോയി. അതായത് ബ്രോ, ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇതുപോലെ നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചവരുടെ വായ അടപ്പിക്കവർ എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് അനന്തുവിൻ്റെ ഒരു കേസ് വെച്ചിട്ടാണ് പറയുന്നത്. കാരണം അന്ന് അനന്തുവിൻ്റെ കേസ് അറിയാലോ, അനന്തുവിൻ്റെ വീട്ടിൽ പോലീസ് വരെ വരുന്ന വിഷയമുണ്ടായി. ഒരുപാട് അവൻ അന്ന് അനുഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ പറയല്ല. ശരിയാണ്, അനന്തു അവരുടെ കാര്യങ്ങൾ റിയാക്ട് ചെയ്തുകൊണ്ടാണ്. അവരുടെ വീട്ടിൽ അവൻ്റെ സിസ്റ്ററുടെ മാരേജ് നടക്കുന്ന ഒരു ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് നടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിൽ പോലീസ് വന്നിട്ടുള്ളത്. എത്രത്തോളം അന്ന് ആ കുടുംബം വിഷമം അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ ഞാൻ വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് എൻ്റെ മദറിലോ പറഞ്ഞൊരു കാര്യമാണ്. അവൻ എത്രത്തോളം അന്ന് വിഷമം അനുഭവിച്ചിട്ടുണ്ടാവുന്നു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇവർ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, ഇവർ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കാം, നിങ്ങളെ കോപ്പിറൈറ്റ് അടിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഓൾറെഡി ഒരുവിധം ആൾക്കാർ കംപ്ലീറ്റ് ഇത് കണ്ടു കഴിഞ്ഞു. പിന്നെ ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നമുക്ക് ഒരാളെ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ സൈലൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നല്ല കാര്യമല്ല. അതുകൊണ്ടൊന്നും ആൾക്കാർ സൈലൻസ്ഡ് ആയിരിക്കില്ല. ഒരാളെ മാത്രം ഇവിടെ ഞാനിപ്പോൾ എൻ്റെ കേസിൽ എന്നോട് പറഞ്ഞൊരു വ്യക്തിയോട് ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരാളെ മാത്രം നമുക്കങ്ങനെ സൈലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊന്നും ഉണ്ടായിരിക്കുന്നു ഒരിക്കലും നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഒന്ന്. പിന്നെ രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ചില കമൻസിനുള്ള മറുപടിയും കൂടിയാണ്, നമുക്ക് എല്ലാ കാലത്തും എല്ലാവരെയും പ്രൈസ് ചെയ്ത് നടക്കാൻ പറ്റില്ല, പ്രീതിപ്പെടുത്തിയിട്ട് സംസാരിച്ച് നടത്താൻ കഴിയില്ല. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഫാമിലിനെ ഇവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, എല്ലാ കാലത്തും അവരെല്ലാവരും പ്രൈസ് ചെയ്യണം, അവരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെല്ലാവരും അഡ്മയർ ചെയ്യണം. അതല്ലേ വാക്കല്ലേ? എല്ലാവരും അവരെ കണ്ട് അവർ ജീവിക്കുന്ന ജീവിതം കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാ കാലത്തും അവരെ അഡ്മയർ ചെയ്ത് നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. മനസ്സിലായോ? എന്നെപ്പോൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കും കഴിയില്ല. എല്ലാവർക്കും എല്ലാവരെയും പറ്റില്ല, ഒരാളെ എല്ലാ സമയത്തും ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണ്. പിന്നെ വിമർശിക്കുക. നിങ്ങളെ ഒരിക്കലും പേഴ്സണലായിട്ട് നിങ്ങളെ കാര്യങ്ങൾ വീട്ടിലുള്ള ജനവാലിൽ കൂടെ ഒളിഞ്ഞു നോക്കിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പേസിലൂടെ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ഒളിഞ്ഞു നോക്കി പാപ്പറാച്ചിയുടെ പോലെ വീഡിയോ എടുത്തിട്ടല്ല നമ്മൾ അഭിപ്രായം പറയുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ, ഇവർ തന്നെ ഇവരുടെ കാര്യങ്ങൾ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്ന ഒരൊറ്റ കാര്യങ്ങൾ അത് കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കണ്ടാൽ സ്വാഭാവികമായിട്ടും ആൾക്കാർ മറുപടി പറയും. പക്ഷെ ആ പറയുന്നതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് ഞാൻ എപ്പോഴും എൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്, തെറികൾ ഒഴിവാക്കാം, ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാ കാലത്തും ഇവരുടെ ഫാമിലീനെ ഞാൻ കമൻസിന് വന്നതും കൂടി പറയുകയാണ്. അവരുടെ ആരെങ്കിലും വെൽ വിഷേഴ്സ് ആയിരിക്കാം, യു ആർ ഫ്രീ ടു കമൻറ്റ്, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ ഞാൻ ഇത്ര പറയുന്നുള്ളൂ, നമുക്ക് എല്ലാ കാലത്തും അവരെ അഡ്മയർ ചെയ്ത് നടക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല അവർക്ക്. ആരാധിക്കേണ്ട രീതിയിലുള്ള ഒരു ക്വാളിറ്റീസൊന്നും അവർക്കില്ല. അവരുടെ ലൈഫ് സ്റ്റൈൽ, ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. അല്ലാണ്ട് അതിലവർ കൂടുതൽ എന്താ ഉള്ളത്? നിങ്ങൾ അവരുടെ ഭയങ്കര ഫാനായിരിക്കാം. ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു കമൻറ്റ്, ഒരു റിപ്ലൈ കൊടുത്തതിന് മറുപടിയും കൂടി പറയാം. ഇവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ എത്രയോ അവസാനം സംസാരിച്ച് വന്നപ്പോൾ എത്രയോ പ്രാവശ്യം ഈ പല ആൾക്കാരുടെ പേര് പറയുന്നില്ല, അവരുടെ അമ്മയുടെ ഒക്കെ വ്ളോഗ്സിൽ എത്രയോ പ്രാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള കമൻറ്റ്സ് കാര്യങ്ങളും ആത്മാർത്ഥമായിട്ടുണ്ട്, അവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായോ? അവരപ്പോൾ അങ്ങനെ ആരാധിച്ച് നടക്കേണ്ട ഒരു ഇത് നമുക്കില്ല. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഒരു കമൻറ്റ് ഞാൻ വായിക്കാം, ഇവരുടെ ആ പോസ്റ്റ് വായിക്കാം. ഈ രണ്ടുപേരും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കമൻറ്റ് കേട്ടുള്ളൂ. ഗോഡ്, ഷീ പിൻഡ് എ ഫേക്ക് കമൻറ്റ് പ്രൈസിങ് ഹെർസെൽഫ് ആഫ്റ്റർ ഓൾ ഓഫ് us saw her true colors. അതായത് അവളെ ആരോ പ്രശംസിക്കുന്ന ഒരു കമൻറ്റ് ഇതിലിട്ടു, ഒരു ഫേക്ക് കമൻറ്റ് പിൻ ചെയ്തു. How fake is this woman? I am not saying the grandmother is a good person either, but Ahana was the one who dragged this as a family issue. The family issue ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടത് അഹാനയാണ്. Also, oh my god, the PR works. Shame on them. Level of acting she is delivering should be delivered in at least one film that she acts. എന്തുകൊണ്ടാണ് പറയാൻ വെച്ചാൽ, now she is deleting the comments. എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ, ഇവർ ഇപ്പം അത് റിമൂവ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഇവരുടെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടു അഹാന. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അതിനിടയിൽ ഇവരൊരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ അത് കണ്ടിട്ടാണ് ഞെട്ടിപ്പോയത്. പിന്നെ അതിന് മുന്നേ രണ്ടുപേരുടെയും ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ ആ ഒരു രീതി നോക്കിക്കൊള്ളട്ടോ. തൻവീട് അങ്ങനെയാണ്, വി ഹാവ് ഡിസൈഡഡ് ടു ടോക്ക് തിങ്സ് ത്രൂ ദ ഫാമിലി ആൻഡ് ക്ലാരിഫൈ ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബോത്ത് മീ ആൻഡ് അഹാന വിൽ ടേക്ക് ഡൗൺ ദ വീഡിയോസ് ആൻഡ് ടോക്ക് ഇറ്റ് ഔട്ട്.
ഇതിൽ എന്ത് ഇംപ്രഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? എനിക്കും കിട്ടിയ ഇംപ്രഷൻ എന്താ അറിയോ? അവർ തമ്മിൽ സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ആരെങ്കിലും എക്സ്ട്രാ തേർഡ് പേഴ്സൺ ഇൻവോൾവ് ചെയ്തിട്ട് അവർ രണ്ടുപേരും പറഞ്ഞ് രമ്യതയിൽ കാര്യങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ പരിഹരിക്കാൻ തീരുമാനിച്ചു, whatever it is, അല്ലേ? We have decided to talk things through the family and clarify both me and Ahana. അതായത് വളരെ പോസിറ്റീവായിട്ട് ഇതിൽ വേറെ ഒരു സംഭവം ഇല്ലാത്ത രീതിയിൽ തിങ്സ് ആർ ഗോയിങ് ടു എൻഡ് എന്നുള്ള കണ്ടീഷനിലാണ് അവിടെ ഒരു സംഗതി വന്നിട്ടുള്ളത്. ആൻഡ് ഷീ ലെഫ്റ്റ് ഇറ്റ് ലൈക്ക് ദറ്റ്. ഞാനതാ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ അഹാന എന്ത് ചെയ്തു എന്നറിയോ? അഹാനയുടെ പോസ്റ്റ് എങ്ങനെയാണ്? ഫാമിലി മെമ്പേഴ്സ് ഡിസ്കസ്ഡ്. അപ്പം അവിടെ ആ ഒരു സുപ്പീരിയർ ഇത് കാണിക്കണം. അവിടെ തൻവി വാസ്, ഐ തിങ്ക് ഷീ വാസ് ലൈക്ക് ഡൗൺ ടു എർത്ത് എന്ന് ഞാൻ പറയുന്നില്ല, ഇൻ ഹെർ ഒറിജിനൽ ഫോം എന്ന് ഫീൽ ചെയ്യുന്നു. ഒരു കാര്യം പറഞ്ഞു അവരുടേതായ ശൈലിയിൽ. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത് വ്യത്യാസം വന്നു. ഫാമിലി മെമ്പേഴ്സ് ഡിസ്കസ്ഡ് വിത്ത് തൻവി ആൻഡ് മെയ്ഡ് ഹെർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ മീഡിയ വാസ് നെവർ ദ പ്ലേസ് ഫോർ ഹെർ ടു പുട്ട് ഔട്ട് ദി ഫാമിലി ഇഷ്യൂസ്. മനസ്സിലായോ? ഞാനിത് വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ ഇസ് ഓൾസോ ഹെർ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹെർ സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ്. ഇതുകൊണ്ടാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ നിങ്ങളെ വിമർശിക്കുന്നത്. ഇഫ് യു കെയർ, ഞാൻ പറയട്ടെ, അതായത് ഫാമിലി മെമ്പേഴ്സ് ഡിസ്കസ് വിത്ത് തൻവി ആൻഡ് മെയ്ഡ് ഹർ അണ്ടർസ്റ്റാൻഡ് ദറ്റ് സോഷ്യൽ മീഡിയ വാസ് നെവർ ദി പ്ലേസ് ഫോർ ഹെർ ടു പുട്ട് ഔട്ട് ഫാമിലി ഇഷ്യൂസ്. ഫാമിലി മെമ്പേഴ്സ് തൻവിനെ ഡിസ്കസ് ചെയ്ത് അവളെ മനസ്സിലാക്കി കൊടുത്തു. എന്ത്? സോഷ്യൽ മീഡിയ ഒരിക്കലും ഫാമിലി ഇഷ്യൂസ് പുട്ട് ഔട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല എന്ന്. അപ്പോൾ എന്തേ ഇത്രയും ബോധ്യമുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ജീവിച്ചിട്ടുള്ള അഹാനയ്ക്ക് ഈ ആ ഒരു രണ്ടാമത്തെ വീഡിയോ ഇടുന്ന സമയത്ത് വൈ വേ യു നോട്ട് മനസ്സിലായോ? നിങ്ങൾ എന്തേ അപ്പോൾ മനസ്സിലാക്കാതിരുന്നത്? She agreed to delete her videos if I also agreed to take down my video. അവൾ ഡിലീറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു, ഞാൻ ടേക്ക് ഡൗൺ ചെയ്യാമെങ്കിൽ. ഐ ഹാവ് ടേക്കൺ ഡൗൺ മൈ വീഡിയോ. ഇനി ഇതിലെന്താ രസം? ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയാൽ അറിയാം, തൻവിയുടെ വീഡിയോ പോയി, ബിക്കോസ് ഷി പുട്ട് ഇറ്റ് ലൈക്ക് പ്രൈവറ്റ് ആക്കി. പക്ഷേ അഹാന കൃഷ്ണ സ്ട്രൈറ്റ് അവേ മെയ്ഡ് ഇറ്റ് അൺലിസ്റ്റഡ്. ഇതിന് ഡിഫറൻസ് എവിടെയെന്ന് വെച്ചാൽ ഇറ്റ് അഫക്ട്സ് ദ ചാനൽ ഓൾസോ. നിങ്ങൾ സ്ട്രൈറ്റ് അവേ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ, പ്രൈവറ്റ് ആക്കി കളഞ്ഞാൽ, അത് ചാനലിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ വാട്ട് ഐ ഹവ് ഹേർഡ് ഇസ് ഫസ്റ്റ് നിങ്ങൾ അൺലിസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം അൺലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി പോയി നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ കാണാൻ പറ്റും. അൺലിസ്റ്റ് ചെയ്യുന്നു, കുറച്ച് നേരം കഴിഞ്ഞ ശേഷം അത് പ്രൈവറ്റ് ആക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അതാണെന്ന് തോന്നുന്നു. എനിക്കത് ഇൻറ്റൻഷനലി ആണെന്ന് അറിയില്ല. ഇത് അടിയിൽ കമൻസ് ഉണ്ട് കേട്ടോ. അവർ ചെയ്തില്ല, ഇവർ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹിസ്റ്ററിയിൽ പോയി നോക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിബഡി വിത്ത് ദറ്റ് ലിങ്ക് വാസ് ഏബിൾ ടു വ്യൂ ദറ്റ് വീഡിയോ. ഐ ഹവ് ഓൾസോ ടേക്കൺ ഡൗൺ മൈ വീഡിയോ. യു ഡിഡ് നോട്ട്. ഫസ്റ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ഇൻ മൈ വീഡിയോ ഐ ഹാഡ് സ്റ്റേറ്റഡ് ദാറ്റ് ഐ വാസ് എനിവേസ് ഗോയിങ് ടു റിമൂവ് മൈ വീഡിയോ വിതിൻ 1 week അറ്റ് ദി മോസ്റ്റ്. സോ വാട്ട്? അതുകൊണ്ട് എന്ത് യൂസാണുള്ളത്? യു ഹവ് ക്രോസ്ഡ് ഓൾമോസ്റ്റ് 12 lakhs, 13 lakhs, 13 ലക്ഷം പേര് നിങ്ങളെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ എ വീക്സ് ടൈം നിങ്ങളത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ കൊണ്ട് കാര്യമുള്ളത്? നിങ്ങളുടെ ചാനൽ അതിന് പറ്റിയ സ്ഥലമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഒരാഴ്ച കഴിഞ്ഞ ശേഷം ചെയ്തിട്ട് ദർ ഇസ് നോ യൂസ്. കാണേണ്ടവരൊക്കെ കണ്ടു, എക്സ്ട്രാ റീമിക്സ് ചെയ്യേണ്ടവരും എടുക്കേണ്ടവരെല്ലാവരും എടുത്തു, അഭിപ്രായം പറയേണ്ടവരെല്ലാം അഭിപ്രായം പറഞ്ഞു, അല്ലേ? ജഡ്ജ് ചെയ്യേണ്ടവരെല്ലാം ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു. ബിക്കോസ് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ അഹാനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ അത്രയും ആദ്യം പറഞ്ഞ ഞാൻ സപ്പോർട്ട് ചെയ്തു. ബട്ട് യുവർ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നിങ്ങളുടെ അമ്മമ്മോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വാട്ട് മെയ്ഡ് മീ ലൈക്ക് തിരിച്ച് ചിന്തിക്കേണ്ട ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടി. നിങ്ങൾക്കത് എത്തേണ്ട സ്ഥലത്തെത്തി കഴിഞ്ഞു, നിങ്ങൾക്കത് വേണ്ട റവന്യൂ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻഡ് ദെൻ യു ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് അൺലിസ്റ്റഡ് ആക്കാം, പിന്നീട് പ്രൈവറ്റ് ആക്കാം. ഇറ്റ് ഡസൻറ്റ് എഫക്ട് യുവർ ചാനൽ. അടുത്തൊരു ട്രെൻഡിങ് വീഡിയോ വരുത്തുക. ആ വീഡിയോ ട്രെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ അൺലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ചാനലിനെയും ബാധിക്കുന്നില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്കെന്ത് പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും വേറെ കഥ. ഐ വാസ് നെവർ ദ വൺ ഹൂ സ്റ്റാർട്ടഡ് ദിസ് സർക്കസ്. മൈ ഗോഡ്, ഞാൻ ഈ സർക്കസ് സ്റ്റാർട്ട് ചെയ്ത് ഞാനല്ല. യു ആർ നോട്ട്. ഇറ്റ് വാസ് ഫ്രം ദി അതർ സൈഡ്. അതർ സൈഡും അല്ല. ഇഫ് വി ബിലീവ് തൻവി, അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ അൺഇൻറ്റൻഷണൽ ആയിരുന്നു പറഞ്ഞു. ബട്ട് ഷീ കുഡ് ഹാവ് അവോയ്ഡ് ഇറ്റ്. എന്തായാലും ബട്ട് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും, നിങ്ങൾ ആ സർക്കസ് സ്റ്റാർട്ട് ചെയ്തില്ലാണെങ്കിലും, നിങ്ങൾ ആ സർക്കസിലേക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് വിളംബരം കൊട്ടി ആൾക്കാരെ വിളിച്ച് കയറ്റി ഗാലറിയിൽ ഇരുത്തിയിട്ട് ഈ മയിലാട്ടം എല്ലാം ആടിയത് നിങ്ങളാണ്. ദാറ്റ് വാസ് യു. ബിക്കോസ് അങ്ങനെയാണ് ഉണ്ടായത്. മറ്റത് അവരുടെ വീഡിയോ എന്ന് ആൾക്കാർ അസ്യൂം ചെയ്ത് കമൻറ്റ് ചെയ്തതാണ്. യു കെയിം അപ്പ് വിത്ത് വാട്ട് എവർ വാസ് ഇൻസൈഡ് യുവർ ഫാമിലി. പക്ഷെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഞാൻ സപ്പോർട്ട് ചെയ്തു ഫസ്റ്റ്. പക്ഷേ ടിൽ ദിസ് ടൈം യു കോൾഡ് യുവർ, നിങ്ങളെ അമ്മമ്മേനെ ബിച്ച് എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ ഐ വാസ് ഇൻഫാക്ട് സപ്പോർട്ടിങ് യു. സപ്പോർട്ട് ചെയ്തൊന്നും ഇവരൊന്നും കാണില്ല കേട്ടോ. ഇതൊക്കെ എതിർത്ത് പറഞ്ഞാൽ കാണുള്ളൂ. മൈ വീഡിയോ വാസ് ജസ്റ്റ് എ റെസ്പോൺസ് ടു സംതിങ് ഷീ ഷുഡ് ഹാവ് നെവർ സ്റ്റാർട്ടഡ് ഓഫ്. തെറ്റ് നിങ്ങൾ ചെയ്തത് തെറ്റാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട് ഇറ്റ് വാസ് ആക്ച്വലി എ റെസ്പോൺസ് ആയിരുന്നു.
യു കുഡ് ഹാവ് റെസ്പോണ്ടഡ് ഇറ്റ് പേഴ്സണലി, ഫോൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്യാമായിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. എന്തെന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തൻവിയെ വിളിച്ചിട്ട് തന്നെ സംസാരിച്ചിട്ട് ഒരു വീഡിയോ ഇടിക്കായിരുന്നു. ഞാൻ ആദ്യം അങ്ങനെ വിചാരിച്ചു, എത്ര ഇതില്ലേ പാർട്ട് 2 ഇങ്ങനെ പറയാം, അയ്യോ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല, ഇതെന്താ നിങ്ങൾ പറയുന്നത്, അവരിങ്ങനത്തെ ആൾക്കാരാണ്, അവരിങ്ങനത്തെ ആൾക്കാരല്ല, കണ്ടില്ലേ ദാ അഹാനത അവിടെ വന്നിട്ട്, കണ്ടില്ലേ ദിയ അവിടെ, കണ്ടില്ലേ സിന്ധു ആൻറ്റി ഇത് അവിടെ വന്നിട്ട്, ആരെങ്കിലും പറയുമോ? അപ്പം അവിടെ നിങ്ങൾ എടുത്തു ചാടി. We truly hope Tanvi stands by her word and never brings family issues into social media for personal gain. You are criticizing and you are, നിങ്ങൾ ഈ ആ സ്ത്രീനെ, നിങ്ങളെ കസിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. സൈബർ ബുള്ളിങ് മാത്രമല്ല, നിങ്ങൾ ആൾക്കാർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുത്തു വളരെ ക്ലിയർ ആയിട്ട്. വി ട്രൂലി ഹോപ്പ് തൻവി സ്റ്റേസ്. ഇറ്റ് ഷോസ് നിങ്ങൾ എന്തോ ഇവരുടെ സംസാരത്തിനതാണ് ഓൾവേസ് സുപ്പീരിയർ ആണെന്ന്. യു നോട്ട്. അതങ്ങനെ ആയിട്ടില്ല. ഓരോ വീട്ടിൽ ഓരോ അമ്മൂസ് നോട്ട്, ആ പദ്ധതി ഇല്ല, ഇപ്പോൾ സർക്കാർ ഉപേക്ഷിച്ചു. വി ട്രൂലി ഹോപ്പ് തൻവി സ്റ്റാൻഡ്സ് ബൈ ഹർ വേർഡ് ആൻഡ് നെവർ ബ്രിങ്സ് ഫാമിലി ഇഷ്യൂസ് ഇൻ ടു സോഷ്യൽ മീഡിയ ഫോർ പേഴ്സണൽ ഗെയിൻ എന്ന്. അതായത് ഷീ ഡിഡ് ഇറ്റ് ഫോർ പേഴ്സണൽ ഗെയിൻ എന്നൊക്കെ പറഞ്ഞത്. ദിസ് ഇസ് നോട്ട് കോംപ്രമൈസ്, ദിസ് ഇസ് നോട്ട് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഇത് കോംപ്രമൈസോ സൊല്യൂഷൻ അല്ല നിങ്ങൾ ചെയ്തത്. വാട്ട് ഷീ ഡിഡ് ഇസ്, അവിടെ അപ്പോഴും ഞാൻ തന്നെയാണ് ഭയങ്കരി, അവൾ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു. മറ്റേത് പാവം അത് അതിൻ്റെ ഇത് ആക്കിപ്പോയി. ഇതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഒരു കമൻറ്റ് ഇതിൽ അഹാന പിൻ ചെയ്ത് വെച്ചിരുന്നു ആദ്യം. ഈഫ് അഹാന, ഒരു നിയ സൽമ എന്നുള്ളൊരു കമൻറ്റാണ്. ഇഫ് അഹാന കോൾഡ് ഹർ ഗ്രാൻഡ് മോം എ ബിച്ച്, then I'm pretty sure something much worse must have happened for her to reach that point. നിയ സൽമ എന്ന് പറഞ്ഞ കമൻറ്റ് ഇട്ടു, അത് ഇട്ട് ചെയ്യുക. അഹാന പട്ടി എന്ന് അമ്മമ്മയെ വിളിച്ചിരുന്നുവെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം അമ്മമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അരെ വാട്ട് ഇസ് ഇറ്റ്, എന്തെങ്കിലും ഉണ്ട്. അതാ ഞാൻ ആദ്യം പറഞ്ഞ കേസിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ അമ്മമ്മ എന്ത് പരിപാടി, എന്ത് പ്രായമുള്ള വെച്ച് പറഞ്ഞാൽ യു ഡോണ്ട് ഹാവ് എ റൈറ്റ് ടു കോൾ. റൈറ്റ് അല്ല, യു ഷുഡ് നോട്ട്. നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. റാങ്, ദിസ് ഇസ് റാങ്. ആ ബാലചേട്ടനൊക്കെ പിടിച്ചുകൊണ്ട് നിർത്തണം അപ്പം ഇത് പറയാൻ. കാരണം മൂപ്പര പറയുമ്പോഴേ കറക്റ്റാവുള്ളൂ. ദിസ് ഇസ് റാങ് എന്നിട്ട് അതെടുത്ത് പിൻ ചെയ്തിട്ടിരിക്കുക. ഇത് അൺപിൻ ചെയ്തു, ആ കമൻറ്റ് ഒഴിവാക്കി, അതിൻ്റെ വേണ്ടി ആൾക്കാർ അറഞ്ചം പുറഞ്ചം കൊടുത്തു. പീപ്പിൾ ഡോണ്ട് യൂഷ്വലി സേ തിങ്സ് ലൈക്ക് ദാറ്റ് വിതൗട്ട് എ റീസൺ. എവറി ഫാമിലി ഹാസ് ഇറ്റ്സ് ഓൺ ഇഷ്യൂസ് ആൻഡ് ദോസ് മാറ്റേഴ്സ് ആർ പേഴ്സണൽ. ഇതെന്തോ ഫേക്ക് ആയിട്ട് ബിരനെടുത്തിട്ടാണോ എന്നറിയില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ തൻവി ഫെൽറ്റ് ദ നീഡ് ടു ബ്രിങ് സംവൺ എൽസസ് ഫാമിലി ബിസിനസ് ഇൻ ടു ഹെർ വീഡിയോ. Yes, it's her channel and she has every right to post what she wants. But at the same time, this entire controversy would have been avoided if she had simply said that she was to moving to. അതൊക്കെ സത്യം, അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നിങ്ങളുടെ ആരാധ്യ പുരുഷയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ, ആരാധ്യ സ്ത്രീക്കും വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. സോഷ്യൽ മീഡിയ ഇസ് എ പബ്ലിക് പ്ലാറ്റ്ഫോം, നോട്ട് എ പേഴ്സണൽ തെറാപ്പി സെഷൻ. ഇതൊക്കെ എന്തിനാണ് ഞങ്ങളോട് പറയണത് അല്ലേ? If someone doesn't know how to maintain privacy and dignity on the internet, they should think twice before making such personal matters public. Yes, very true to yourself. From what I have seen, Ahana is one of the most well-spoken among the four sisters. Well-spoken among the four sisters. എന്ന് പറഞ്ഞാൽ well-spoken എന്താണ് ഈ well-spoken? Calling your അമ്മമ്മ bitch ആണോ? Calling your Ammuma bitch is considered to be well spoken among the four sisters. ഗുരുവായൂരപ്പ, ഞാൻ ചിന്തിക്കുന്നത് അമ്മു ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവരെന്തായിരിക്കും? ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, അവരെ ഞാൻ ഡ്രാഗ് ചെയ്യല്ല, അവരെ ഡ്രാഗ് ചെയ്യുന്നില്ല. So if she ended up using such harsh language, I believe something serious must have led to it. Regardless, it's still their family, it's private matter. No, they are not. പൃഥ്വിരാജ് പറഞ്ഞാൽ മറ്റേതിൽ പറയില്ലേ, ഏതാണ് ജനഗണമനെ പറയും, no they are not എന്നവര്, no it's not. പ്രൈവറ്റ് മാറ്റർ ആയിട്ട് ഇരിക്കുക ഫാമിലിയിൽ വരുമ്പോഴാണ്. And I think we should let them handle it themselves instead of turning into public entertainment. അതെ, ഇതെല്ലാം കൂടെ നമ്മളെ ഏൽക്കാം. ആരാണ് സുഹൃത്തെ ഇതൊക്കെ പബ്ലിക്കിൽ കൊടുത്തിട്ടത്? മൈ ഗോഡ്, ഇങ്ങനെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലമാറ്റിക്. എന്നാലും ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് ചീപ്പ്. എന്തായാലും അഹാനയുടെ ക്യാരക്ടർ റിലീവ് ചാള അഹാന, യു കുഡ് ഹാവ് സ്റ്റോപ്ഡ് ഇൻ ഫ്യൂ സെന്റൻസസ് നോട്ട് പ്രൈസിങ് യുവർ ചിന്നമ്മ ആൻഡ് ഓൾ. യെസ് ഓഡിയോസ് കേൾപ്പിക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾ? അമ്മൂമ്മയെ അയച്ച ഡിലീറ്റ് ചെയ്ത ഓഡിയോസ് ഒന്ന് കേൾപ്പിക്കണേ. ഷി വാസ് ടെല്ലിങ്, അവർ പറഞ്ഞ വീഡിയോ അല്ലേ, അതായത് ഞാൻ നേരിട്ട് പേഴ്സണലി കാണുകയാണെങ്കിൽ ആ ഓഡിയോസ് കേൾപ്പിച്ചു തരാം. അപ്പോൾ എല്ലാ ഓഡിയോസും കേൾപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇനി ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് കാര്യം? പീപ്പിൾ റിയലൈസ് യുവർ ട്രൂ ക്യാരക്ടർ.
ഇന്നലത്തെ ചാച്ചിയുടെ ഷോ ഇത്രയ്ക്കൊന്നും അല്ലായിരുന്നു, സിനിമയിൽ പോലും ഇത്രയ്ക്ക് നന്നായി അഭിനയിച്ചത് സിന്ധു. ഓരോ വീട്ടിലും ഓരോ അമ്മു ഇറങ്ങി. ഓരോ വീട്ടിലും ഓരോ അമ്മു വേണം ഗ്രാൻഡ് പാരൻസിനെ ചീത്ത വിളിക്കാൻ. യെസ്, ഓരോ വീട്ടിലും ഓരോ അമ്മു ഗ്രാൻഡ് പാരൻസിനെ ചീത്ത വിളിക്കാൻ. ഈവൻ നൗ ഷീസ് ടെല്ലിങ് ഇറ്റ്സ് സംവൺസ് മിസ്റ്റേക്ക്. യെസ്, ഐ നെവർ തോട്ട് യു ആർ ലൈക്ക് ദിസ്. ഓ മൈ ഗോഡ്, ക്യാരക്ടർ റിവീൽഡ്. നിങ്ങൾ 4 മക്കളിൽ മറ്റുള്ളവരെക്കുറിച്ച് ആ അമ്മൂമ്മ ഒരു മോശം പോലും പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന്. സ്വന്തം അമ്മൂമ്മ ഉണ്ടായിരുന്നത് അമ്മയില്ലാതെ വളരേണ്ടി വന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞത്. യു സ്കെയർഡ് ഓഫ് യുവർ റിയലി കോഡ്. ഇനി ഇതിൽ തൻവി സുധീർ ഘോഷിൻ്റെ കമൻറ്റ് ബോക്സ് പോയിക്കോളൂ കേട്ടോ. തൻവി, പ്ലീസ് ഡോണ്ട് ഡിലീറ്റ് ദിസ് വീഡിയോ ഇമീഡിയറ്റ്ലി ബിക്കോസ് മേ ബി അഹാന മൈറ്റ് ഹാവ് ടേക്കൻ ഇനീഷ്യേറ്റീവ് ക്ലിയർ ദ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ യു എന്ന് പറയാം. അഹാനാസ് ട്രൂ കളർ ഇസ് ഷോൺ. പ്ലീസ് ഡോണ്ട് ഡിലീറ്റ് ദ വീഡിയോ. ഷീ ഗോട്ട് സ്കെയർഡ് ആഫ്റ്റർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. അഹാനയുടെ നല്ല കുട്ടി ഇമേജ് പൊളിഞ്ഞപ്പോൾ അവർക്ക് കോംപ്രമൈസ് ടോക്ക് വേണം അത്രേ. ഇതുകൊണ്ടാണ് കൃഷ്ണകുമാർ അവരോട് മിണ്ടാതിരിക്കാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത്. യു അണ്ടർസ്റ്റാൻഡ്? ഇതിൽ കമൻസ് കംപ്ലീറ്റ് ഇതാണ്. ഗേൾ, യു ഗോട്ട് ഫൂൾഡ് അഗെയിൻ. ഷീ ഡിൻ ഡിലീറ്റ് ദ വീഡിയോ. ഇറ്റ്സ് സ്റ്റിൽ ആക്സസിബിൾ ഇൻ ഹിസ്റ്ററി. ദെൻ യു കുഡ് ഹാവ് ഓൾസോ ഡൺ ദ സെയിം തിങ്. പുവർ തൻവി. അഹാന ബോസി ക്യാരക്ടറാണ്, അവരാണ് ഫേവറേറ്റ്. ഡോണ്ട് റിമൂവ് വീഡിയോ. ഷീ നോ ഹൗ ടു പ്ലേ. ഷീ ഓൾറെഡി ഗിവൻ റിപ്ലൈ ഫോർ എക്സ്പ്ലനേഷൻ. കണ്ടോ, ഇതാണ് ഫുള്ള് പറയുന്നത്. ഷീ സോ റൂഡ്. ടേക്ക് ഇറ്റ് ഡൗൺ ഓൺലി ആഫ്റ്റർ 1 day. സിൻസ് അഹാന had it out for a day and she had monetized the views too. Kando, at least keep it for 1 day, otherwise the latest narrative will be Ahana's and she has nothing to do to lose. People talk and forget. That might, oops, you deleted the video. They are playing with you. Tanvi, why did you delete? Tanvi, don't get fooled. I think she's hasn't deleted. തന്നെ പറയുന്നത് എല്ലാവരും. ഇപ്പോൾ 2 കമൻറ്റ് ബോക്സ് നോക്കുകയാണെങ്കിൽ തൻവിക്ക് സപ്പോർട്ടും അഹാനയ്ക്ക്. യെസ്, ഓരോ വീട്ടിലും ഓരോ അമ്മു എന്നുള്ള പദ്ധതി തൽക്കാലം സർക്കാർ ഉപേക്ഷിച്ചിരിക്കുന്നു. കാരണം ഇങ്ങനെയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമെന്നാണ് തോന്നുന്നത്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.